ഓ ബിരിയാണി അവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചൂടോടെ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. ആ അതാണ്. ഇതാണ് കണ്ടോ, ഇത് കോഴി. ആ ഇത് അതിന്റെ റൈസാണ്. അത് ചിക്കൻ, ഇത് റൈസ്. പിന്നെ ഇത് ചൂടാണ്. കണ്ടില്ല നിങ്ങൾ, നല്ല ചൂടില്ലേ? ആ പിന്നെ അതോ കൈക്ക് നിങ്ങൾ ആവി കയറണ്ട. കണ്ടോ ഇതാ, ഇത് പീസ് ഇങ്ങനെ ഇടും. അപ്പൊ ഇത് ഇങ്ങനെ ആ ഇതിന്റെ അകത്തേക്ക് വെക്കും. ഇത് റൈസാണ് കണ്ടോ. ഇത് റൈസ് ഇങ്ങനെ ഫുള്ളാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടോടെ കൊടുക്കും. കണ്ടില്ല നിങ്ങൾ ആവി പോണത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഗ്യാസാണ്. ആ ചൂടായി കൊണ്ടേ ഉണ്ടാവും. ഇതും അതന്നെ. അങ്ങനെ റൈസ് നിറച്ചു വിട്ട് വെക്കുന്ന. ഇത് ചിക്കൻ ബിരിയാണി, ഇത് മട്ടൻ ബിരിയാണി. അതന്നെ, അതാണ്. ഇത് മീൻ ബിരിയാണി ആവശ്യത്തിന് ചൂടാക്കും. അതുപോലെ മീൻ ഇതാ ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് എടുത്തിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ അതാണ്. ഇത് ഗീ റൈസ് ഇങ്ങനെ ഇടും. ഇത് ഗീ റൈസ് ആ അങ്ങനെ വെക്കും. ചൂടുണ്ടാവും, മറ്റേ ചൂടുണ്ടാവില്ല ഒറ്റ ഒന്ന്. അപ്പൊ അങ്ങനെ ചൂടോടെ എല്ലാം കൊടുക്കുന്ന അതാണ്. കഴിക്കാം. ഇനി ഇരുന്നോളൂ. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇവിടെ ഉമ്മയും ഷെറിനത്തേക്ക് ആയിട്ട് നമ്മളിവിടെ ഇരിക്കുക. എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഉമ്മ, സാധാരണ എന്താ പറയുക, ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കുകയല്ല. അപ്പോഴല്ല, ഇത് ഉമ്മയുടെ ഒപ്പം വന്ന് അവിടെ നിന്ന് ഉണ്ടാക്കിയപ്പോൾ അവിടെ നല്ലൊരു രസമായിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ആത്മാർത്ഥതയോടെ തന്നെ ചെയ്യുന്നത്. ശരിക്കും അത് തന്നെ ഒരു നിറവ് ഇല്ലേ? ശരിയല്ലേ? നല്ല മനസ്സ് നിറഞ്ഞ് നല്ല സന്തോഷത്തോടെ നല്ല അധ്വാനത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. അപ്പം എന്തായാലും ഇത് കഴിച്ച് നോക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, കഴിക്കാനേ പറ്റുള്ളൂ. കഴിക്കണം. കാരണം എനിക്ക് അതേപോലെ ഉണ്ടാക്കിയത് അത്ര ഞാനും കൂടി എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പം എന്തായാലും ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ്. ഇപ്പം എവിടെ നിന്ന് തുടങ്ങണ്ടേ? എല്ലാം കഴിക്കണം എനിക്ക്. നമുക്ക് എന്തായാലും ചട്ടിപ്പത്രി തന്നെ തുടങ്ങാം. എന്തായാലും ചട്ടിപ്പത്രി തന്നെ കഴിച്ചു തുടങ്ങാൻ പോവാം. ശരിക്കും നമ്മൾ എന്താ സെയിൻസ് ശരിക്കും നല്ല ഫേമസ് ആണ് ഈ കേരളത്തിൽ നിന്ന് തന്നെയല്ല, പുറത്തും. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ മാത്രം? ഇവിടെ വേറെ ഏതെങ്കിലും ഇതുണ്ടോ, ബ്രാഞ്ചസ് ഉണ്ടോ? അതെന്താ അങ്ങനെ? നമ്മളെ ശേഷം മക്കൾ പിന്നെ ആവണ്ടേ? ഞാൻ പറയും മോളോട് നല്ലോണം രംഗത്ത് ഇറങ്ങണം. പിന്നെ ഓ നല്ലോണം ഇറങ്ങും. ആ അവളത് പല സാധനമുണ്ട്. പല നല്ല മധുരമൊക്കെ ആയിട്ട്. ഞാൻ അവിടെ ചട്ടിപ്പത്രി മറ്റേ എരിവിൻ്റെ കഴിച്ചിട്ടുണ്ട്. അതിന് കഴിച്ചോ? മരുന്ന് ആദ്യമായിട്ട് കഴിച്ചാൽ ശരിക്കും കൊച്ചിയിലും ആ സൈഡിലോട്ടൊക്കെ വന്നെങ്കിൽ എന്തായാലും സ്വീകരിച്ചിരിക്കും. കാര്യം അത്രയ്ക്ക് നമുക്കറിയാം. വന്നൂടെ? എത്രയോ ആൾക്കാർ വിളിച്ചിരിക്കുന്നത്, ദുബായി, ഖത്തർ, കുവൈത്ത് ഒക്കെ വിളിച്ചിരിക്കുന്നേ. ഞങ്ങൾ പോയി നമ്മുടെ നാട്ടിലോട്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ ബാംഗ്ലൂര്, മറ്റേ ഇത് കൊച്ചിക്കാരെപ്പോഴും വന്ന് വിളിക്കും. കൊച്ചിയിൽ ഏത് സമയം. അടുത്ത നമ്മുടെ കല്ലുമ്മക്കായ കടുക്ക. ഇത് അടർത്തിക്കളാണ്. അത് അടർത്ത. ഇനി നമ്മുടെ ഇതിനകത്ത് മാവുണ്ട്, അരിമാവുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായ അതിനാണ് തോലി വെച്ച് ചെയ്യുന്നത്. മറ്റേത് അത് പൊയ്പ്പ്. നമ്മുടെ മാവിൽ തന്നെ എന്തൊക്കെയോ മസാലകൾ അത് ചേർക്കും. മാവിൽ തേങ്ങ, ഉള്ളി, പെരുംജീരകം, പച്ചമുളക് ഇതെല്ലാം അരച്ച് ചേർക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ആ കല്ലുമ്മക്കായ കിട്ടും, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. വേണ്ടത് കഴിച്ചാൽ മതി കേട്ടോ, പ്രശ്നമില്ല. കല്ലുമ്മക്കായ കിട്ടും, എന്നിട്ടാണ് നമ്മൾ ഈ അരിയുടെ ടേസ്റ്റ് അറിയുന്നത്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ല നമുക്ക്. അതെ അതെ, അത് ശരിയാ. അതാണല്ലോ എത്ര മെലിഞ്ഞിട്ട് കാണുന്നത്, ഒന്നും കഴിക്കേറ്റ്. ബീഫ് കഴിക്കല്ലോ. അത് ബീഫ് എല്ലാം കഴിക്കും. അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എന്തായാലും ഇത് വെറുതെ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് ഇൻഷാ അല്ലാഹ്
അപ്പൊ നമ്മളെ സ്നാക്സ് തന്നെയാണ് മെയിൻ ഐറ്റം കൂടുതൽ. അതെ അതെ, നോൽമ്പ് കാലത്ത് ഒരു 30 ഐറ്റംസ് ഉണ്ടാവും. മോളെ തന്നെ ഉണ്ടാവും ഒരു 8 ഐറ്റം, പല തരത്തിലും ഉണ്ടാവും. ഇപ്പോഴാക്കാൻ അത്ര അധികം ആക്കി തരില്ല. ഇത് മോളെ ഐറ്റംസ് തന്നെയാണ്. നോൽമ്പ് കാലത്ത് ഇത് കുറേ പോകും. എന്തായാലും ചൂണ്ടിക്കാണിച്ചത് അതങ്ങ് കഴിക്കാം. അത് പിന്നെ മിക്സഡാണ്, മധുരവും എരിവും ഉണ്ട്. അതെ, നേരെ ഉട്ടടിക്കുന്നത്. അതായത് ഫസ്റ്റ് കടിച്ച് മധുരം കടിച്ച് വരുമ്പോ നേരെ ഉള്ളിലേക്ക് വന്നിട്ട് ഇറച്ചിയാണ്. അതന്നെ, മധുരവും എരിവും ചേരില്ലെന്ന് ആയിരിക്കാ പറയണേ. എല്ലാം ചേരും. അത് ചേർ നല്ലൊരു എന്തോ വ്യക്തി ടേസ്റ്റ് ഉണ്ട്. കൂടുതൽ മധുരമല്ല, ഒരു ലൈറ്റ് മധുരം. അപ്പോൾ സാധനം കണ്ട എന്തായാലും ഉമ്മ എനിക്ക് നല്ല എൻജോയ് ചെയ്താ ചെയ്തത്. കാരണം അതിന് അത്രയ്ക്ക് അവർ നിൽക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ഒപ്പം. അതെ അതെ, അത് അങ്ങനെ തന്നെയാണ്. അവരോട് നമ്മളും കൂറാണ്, ഓല് നമ്മളോടും കൂറാണ്. അത്ര അത് തന്നെയാണ് എപ്പോഴും വേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ അതാണ് വേണ്ടത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എപ്പോഴും വിജയിക്കാൻ പറ്റും. നമ്മളിപ്പം 10-23 വർഷമായിട്ട് നമ്മൾ ഇതുവരെ ഒരേ ഇതിൽ കൊണ്ടുനടന്നെന്ന് പറയാം. ഗ്രാഫ് ഒരിക്കലും പോവാണ്ട് അതേ ലെവലിൽ കീപ്പ്. അതും പൊക്കത്തോട്ടാണ്. ഇങ്ങനെയാണ് പെണ്ണുങ്ങള്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യമാണ്. ചിലപ്പോ സത്യമല്ലായിരിക്കാം, അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സൈനത്താൻ്റെ കാര്യങ്ങൾ. എന്നാലും വളരെ നന്ദിയുണ്ട് നമ്മളെ ഇങ്ങനെ മൊത്തം ചെയ്ത് കാണിച്ചതിലും ഇത് വന്നതിലും. നമ്മുടെ കട സയൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മുടെ ബീച്ച്, കോഴിക്കോട് ബീച്ചിന് ഫയർ സ്റ്റേഷൻ ഉണ്ട്. ഫയർ സ്റ്റേഷൻ തൊട്ട് ബാക്കിലായിട്ടാണ്. ബാക്കിലായിട്ട് ബീച്ചിനോട് ചേർന്ന് തന്നെ നമ്മുടെ ടാഗോർ ഇതല്ലേ, എന്താ ശരിക്കും ടാഗോർ സെന്റർ. അതിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ഫയർ സ്റ്റേഷൻ. കോൾമന്റ് റോഡാണ്. കോൾമന്റ് റോഡിലേക്ക് തിരിഞ്ഞാല് ഫയർ സ്റ്റേഷന്റെ പിൻഭാഗത്ത് കറക്റ്റ് പറഞ്ഞു. അതിന്റെ അടുത്ത് തന്നെ ബാലാജിന്റെ മിഠായി കട ഉണ്ട്, മർച്ചന്റ് ആളുണ്ട്. ഇതൊക്കെ തൊട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നാലേ നല്ല ഉഗ്രൻ ടേസ്റ്റ് ഓടെ. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ രുചികരമായ സ്നാക്സും ബിരിയാണി എല്ലാം കഴിക്കാം. കണ്ടല്ലേ, ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വേണം കഴിക്കാൻ. എന്തായാലും വളരെ നന്ദിയുണ്ട് ഉമ്മ. നമുക്ക് ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി ഇങ്ങോട്ട് നോക്കണ്ട, എനിക്ക് കഴിക്കാനുള്ളതാണ്.